വെൽക്കം ബാക്ക്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സണൽ ഫിനാൻസിന്റെ 5 ഗോൾഡൻ റൂൾസ് ആണ്. നല്ലൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ടും ഒരു സ്ട്രെസ് ഫ്രീ ഫിനാൻഷ്യൽ ലൈഫ് നടത്താനുമായിട്ടുള്ള ചില ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബെറ്റർ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ നടത്താനായിട്ട് വളരെ എളുപ്പമാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടും തന്നെ ഇല്ല. ഈ ഒരു 5 റൂൾസ് നന്നായി മനസ്സിലാക്കി ഫോളോ ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. റൂൾ നമ്പർ 1, പേ യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മളുടെ ഒന്നാമത്തെ റൂൾ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ സാലറി കിട്ടുമ്പോൾ തന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടി പേ ചെയ്യുക. അതായത് നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രോസറീസ്, എൻ്റർടൈൻമെൻറ്റ്, ഇങ്ങനെ ബാക്കി ചിലവുകളെല്ലാം തന്നെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു പോർഷൻ ആദ്യം തന്നെ മാറ്റി വെക്കുക. നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപ സാലറി ഉണ്ട്, പോട്ടെ 50,000 രൂപ സാലറി ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് 20% ആദ്യം തന്നെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഏതെങ്കിലും അസറ്റ് ക്ലാസസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ആണെങ്കിൽ നമുക്കൊരു ഫ്യൂച്ചറിന് വേണ്ടി നല്ലൊരു ഇൻവെസ്റ്റ്മെന്റും ആകും, സേവിങ്സും കാണും, അതുപോലെ തന്നെ നെറ്റ് വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. റൂൾ നമ്പർ 2, ബഡ്ജറ്റ് ലൈക്ക് എ ബോസ്. ബഡ്ജറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബോറായി തോന്നുമായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ, അതായത് പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യാനായിട്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നടത്താനായിട്ട് വളരെ ഈസിയാണ്. 50-30-20 റൂൾ. വേറൊന്നുമല്ല, 50% നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു 50% നമ്മുടെ നീഡ്സിന് വേണ്ടി മാറ്റിവെക്കുക, 30% നമ്മുടെ വാൻസിന് വേണ്ടി മാറ്റിവെക്കുക, ആൻഡ് 20% സേവിങ്സ് ഇല്ലെങ്കിൽ ഡെപ്റ്റ് റീപേയ്മെന്റ് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബഡ്ജറ്റ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളുടെ ഫണ്ടിനെ മാറ്റിവെക്കുകയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കാൻ പോകുന്നില്ല. ബഡ്ജറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പെൻസസുകളെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും മണിയെ നന്നായിട്ട് മാനേജ് ചെയ്യാനും സഹായിക്കുന്നതായിരിക്കും. റൂൾ നമ്പർ 3, അവോയ്ഡ് ബാഡ് ഡെപ്റ്റ്, യൂസ് ഗുഡ് ഡെപ്റ്റ്. എല്ലാ കടങ്ങളും ഒരിക്കലും ചീത്തതല്ല, അതായത് നമുക്ക് നഷ്ടമുണ്ടാക്കുന്നതല്ല. ചില കടങ്ങളൊക്കെ നമുക്ക് നല്ലതാണ്. അത് നമ്മളുടെ ഡെപ്തിനെ അനുസരിച്ചിരിക്കും, അതായത് ഡെപ്തിന്റെ ടൈപ്പിനെ അനുസരിച്ചിരിക്കും. ഇപ്പൊ ലെറ്റ്സ് സേ ഹോം ലോൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കത് ബെറ്റർ, നല്ലൊരു വെൽത്ത് ജനറേറ്റ് ചെയ്തു തരുന്നതാണ്. എന്നാൽ നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ് ലോൺസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതൊക്കെ തീർച്ചയായിട്ടും ബാഡ് ഡെപ്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ക്രെഡിറ്റ് കാർഡ് ഡെപ്ത് ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ആദ്യം തന്നെ അടച്ചു തീർക്കാനായിട്ട് നോക്കുക. വളരെ സിമ്പിൾ റൂളാണ്. നമുക്കിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് തരുന്ന റിട്ടേണിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഡെപ്തിൽ പേ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ ഡെപ്ത് ആദ്യം തന്നെ പേ ചെയ്ത് തീർക്കുക. റൂൾ നമ്പർ 4, ബിൽഡ് ആൻ എമർജൻസി ഫണ്ട്. 4ാമത്തെ റൂൾ, ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുക. ജീവിതം വളരെ അൺപ്രെഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എമർജൻസി ഫണ്ട് നമുക്കൊരു സേഫ്റ്റി നെറ്റാണ്. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും തന്നെ ഇല്ല. നമുക്കൊരു 6 മാസം ജോലിയില്ല, ഒന്നുമില്ല, ചുമ്മാതെ ഇരുന്നാൽ തന്നെ നമുക്ക് സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ പറ്റുന്ന ഒരു സെർട്ടൻ ഫണ്ട് കാണുമല്ലോ. ആ ഒരു ഫണ്ട് നമ്മൾ സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കുക. ഡെഫിനറ്റ്ലി സേവിങ്സ് ആയിട്ട് തന്നെ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഈ ഫണ്ട് നിങ്ങൾക്ക് ഒരു മെഡിക്കൽ എമർജൻസി ആകാം, ഒരു റിപ്പയർ ആകാം, ഇല്ല ഒരു ജോബ് ലോസ് ആകാം, എന്ത് തന്നെയാണെങ്കിലും ഇതിനൊക്കെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. റൂൾ നമ്പർ 5, ഇൻവെസ്റ്റ് വൈസ്ലി. അതുപോലെ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എത്ര രൂപ നമ്മൾ സേവ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാലും ഇൻഫ്ലേഷൻ കാരണം ഇതിന്റെ വാല്യൂ ഇടിയുകയാണ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക. കോമ്പൗണ്ടിങ്ങിന്റെ പവർ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് എത്രയും ഏർലി ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കൺസിസ്റ്റൻസി ആണ് ഇതിന്റെ മെയിൻ കീ എന്ന് പറയുന്നത്. SIP മുതലായുള്ള ലൈക്സ് മ്യൂച്വൽ ഫണ്ട്സിലാകാം, SIPയിലാകാം, എത്രയും പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. ഈ 5 ഗോൾഡൻ റൂൾസ് നിങ്ങൾ നന്നായി ഫോളോ ചെയ്യുക. പേ യുവർ സെൽഫ് ഫസ്റ്റ്, ബഡ്ജറ്റ് ലൈക്ക് എ ബോസ്, ബിൽഡ് ആൻ എമർജൻസി ഫണ്ട്, അവോയ്ഡ് ബാഡ് ഡെപ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ് വൈസ്ലി. ഈ 5 ഗോൾഡൻ റൂൾസ് നന്നായി ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റിലൂടെ അറിയിക്കുക. ഫിനാൻസിനെ പറ്റി ഇല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസിനെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ നിങ്ങൾക്ക് കമന്റ് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.